എല്ലാവർക്കും നമസ്കാരം. കെ മഞ്ചേരിയാണ്. ഞാനിപ്പോൾ ഉള്ളത് മുരുടേശ്വര എന്ന സ്ഥലത്താണ്. കർണാടകയിലെ ദക്ഷിണ കന്നഡയിലെ കാർവാർ ഗോവ റൂട്ടിലുള്ള മുരുടേശ്വര എന്ന സ്ഥലത്ത്. ഇവിടെ അതിപുരാതനമായ ഒരു ക്ഷേത്രവും ഒരു ശിവന്റെ സ്റ്റാച്യുവും ഉണ്ട്. അറബിക്കടലിന് തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഒരു സായാഹ്നത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. സായാഹ്നത്തിലെ സൂര്യൻ്റെ കിരണങ്ങൾ ഈ സ്റ്റാച്യുവിൽ വന്ന് തട്ടിയ ആ കാഴ്ച വളരെ മനോഹരമാണ്. നമുക്കൊന്ന് ക്ഷേത്രത്തിൽ പോയി കാണാം. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഇതാണ് ക്ഷേത്ര കവാടം. ഇത് കടന്ന് നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോയി അവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം. കന്ദകഗിരി എന്ന സ്ഥലത്തെ അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് ഇത്. ആർ.എൻ. ഷെട്ടി എന്ന വ്യവസായ പ്രമുഖൻ 1977 പുനർനിർമ്മിച്ചതാണ് ഈ കാണുന്ന ക്ഷേത്രഗോപുരം. അതിനോടനുബന്ധിച്ചുള്ള ഈ ശിവന്റെ സ്റ്റാച്യു. ക്ഷേത്രത്തിന്റെ ഐതിഹ്യം പറയുന്നത് ലങ്കാധിപനായ രാവണൻ ശിവനെ പ്രസാദിപ്പിച്ച് ശിവലിംഗം ആത്മലിംഗം ലങ്കയിൽ സ്ഥാപിക്കാൻ പോകുമ്പോൾ ഗണപതി ഭഗവാനും വിഷ്ണുവും ചേർന്ന് രാവണനെ തടുക്കുകയാണ്, നാരദമുനിയുടെ അപേക്ഷയോടുകൂടി. അതിൽ ദേഷ്യപ്പെട്ട് ലങ്കാധിപൻ രാവണൻ ശിവലിംഗവും അതിൻ്റെ ആവരണങ്ങളും വലിച്ചെറിഞ്ഞ് അത് വീണ സ്ഥലമാണ് കന്ദകഗിരി എന്നാണ് ഐതിഹ്യം. അവിടെ സ്ഥാപിക്കപ്പെട്ട ക്ഷേത്രമാണിത്. അടി ഉയരത്തിലുള്ള ഒരു ക്ഷേത്ര ഗോപുരമാണ് ഇത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഗോപുരമാണ്. തമിഴ്നാട്ടിലെ ശില്പികൾ 1977 പണി കഴിപ്പിച്ചതാണിത്. അതുകൊണ്ട് തന്നെ ഇത് ദ്രാവിഡ ശൈലിയിലാണ് ഗോപുരം ഉള്ളത്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ക്ഷേത്ര ഗോപുരത്തിന്റെ രണ്ട് സൈഡിലും 2 ആനയുടെ പ്രതിമയുണ്ട്. വളരെ മനോഹരമായ ഒരു ക്ഷേത്ര ഗോപുരമാണിത്. നമുക്ക് ഗോപുരം കടന്നൊന്ന് പോയി നോക്കാം. ഗോപുരത്തിന്റെ മുകളിലേക്ക് ഉള്ള ലിഫ്റ്റാണ് ആ കാണുന്നത്. അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ് ഇപ്പുറത്ത്. 10 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഗോപുരം കാണുന്നത് ഇവിടെയാണ് ക്ഷേത്രം. ഗോപുരത്തിൻ്റെ ഉള്ളിൽ പോയി നമുക്ക് മുകളിലേക്കൊന്ന് പോയി നോക്കാം. 244 അടി വരെയുള്ള ഗോപുരമല്ലേ, ഒന്ന് കണ്ടു നോക്കാം. ഇത് പ്രസാദ കൗണ്ടറാണ്. ക്ഷേത്രത്തിൻ്റെ പ്രസാദം ഇവിടെ നിന്ന് ലഭിക്കും. ലിഫ്റ്റിന് മുന്നിൽ അസാധ്യ തിരക്കാണ്. മുകളിലേക്ക് പോകാനുള്ളവരുടെ വലിയൊരു ക്യൂ.
നമ്മളിപ്പോൾ മുകളിലെത്തി. മുകളിൽ നിന്നുള്ള കാഴ്ച നമുക്ക് ഈ വാതായനത്തിലൂടെ പുറത്തേക്ക് കാണാം. ശിവൻ്റെ സ്റ്റാച്ചു അതാ. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ഗോപുരത്തിൻ്റെ മുകളിൽ നിന്നും അറബിക്കടലിൻ്റെ തീരം ചേർന്ന് നിൽക്കുന്ന ഒരു ശിവൻ്റെ പ്രതിമ. ഗോപുരത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്തെ കാഴ്ചയാണിത്. സൂര്യൻ അസ്തമിക്കാൻ പോകുന്നതിൻ്റെ ഒരു കാഴ്ചയും കൂടി നമുക്ക് ഇവിടുന്ന് കാണാവുന്നുണ്ട്. ഇത് ഗോപുരത്തിൽ നിന്നും കിഴക്ക് ഭാഗത്തേക്കുള്ളൊരു കാഴ്ചയാണ്. ബീച്ചാണ് നമ്മളവിടെ കാണുന്നത്. മുരുടേശ്വരം ബീച്ചാണത്. ഈവനിങ് ആവുന്നതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ബീച്ചിലുള്ളത്. ഞങ്ങളിപ്പോൾ സ്റ്റാച്യുവിൻ്റെ അടുത്തേക്ക് പോവാണ്. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ബിനോജു കൂടെയുണ്ട്. ഞങ്ങൾ രണ്ടുപേരുമാണ് മുരുടേശ്വരത്തേക്ക് വന്നത്. എൻ്റെ ബാക്കിലാണ് സ്റ്റാച്ചു ഉള്ളത്. സ്റ്റാച്ചു കാണാൻ പോകാം. ഈ സ്റ്റാച്ചു എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ സ്റ്റാച്ചു ആണ്. 123 അടിയോളം ഉയരമുള്ള സ്റ്റാച്ചു ആണ്. ഇതും ആർ എൻ ഷെട്ടി ആണ് പണി കഴിപ്പിച്ചത്. ലോകത്തിലെ വലുത് എന്ന് പറയുന്ന ശിവൻ്റെ സ്റ്റാച്ചു നേപ്പാളിലെ കാഠ്മണ്ഡുവിലുള്ള കൈലാഷ് നാഥ് മഹാദേവ് എന്ന സ്റ്റാച്ചു ആണ്. ഇതിന് ലോകത്തിലെ രണ്ടാമത്തെ സ്ഥാനമാണുള്ളത്. വളരെ വലിയ സ്റ്റാച്ചു ആണ്. അതിമനോഹരമായ സ്റ്റാച്ചു. ഒത്തിരി പേർ ഇവിടെ സ്റ്റാച്ചു കാണാനൊക്കെ വരുന്നുണ്ട്. സ്റ്റാച്ചുവിനോട് ചേർന്ന് ഭഗവത്ഗീതയുടെ ഒരു ഗീതാ സന്ദേശത്തിൻ്റെ സ്റ്റാച്ചു കൂടെ ഇവിടെ നമുക്ക് കാണാം. ഭഗവാൻ കൃഷ്ണൻ അർജുനന് ഗീത ഉപദേശിക്കുന്ന സ്റ്റാച്ചു. ക്ഷേത്ര ഗോപുരമാണ്. സ്റ്റാച്ചുവിൻ്റെ അടുത്ത് നിന്ന് മുരുടേശ്വരത്തിൻ്റെ ഒരു വലിയ വ്യൂ ആണ് കാണുന്നത്. ഒരു ദീർഘ വ്യൂ. മനോഹരമായ ക്ഷേത്രഗോപുരം, അതിനോട് ചേർന്ന് ബീച്ച്. ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ആധ്യാത്മിക ടൂറിസ്റ്റ് കേന്ദ്രമായി മുരുടേശ്വരം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വളർച്ച അതാണ് കാണിക്കുന്നത്.
മുരുടേശ്വരം ബീച്ചിൻ്റെ ഒരു കാഴ്ചയാണിത്. മനോഹരമായ ബീച്ചാണ്. വളരെ ക്ലീനാണ് ബീച്ച്. ക്ഷേത്രത്തോട് ചേർന്നതാവുകൊണ്ട് തന്നെ വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ്. ഹോട്ടലുകളും ഇവിടെ ഉണ്ട്. താമസത്തിനും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഈവനിങ് ആവുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. വീണ്ടും സഹകരണം പ്രതീക്ഷിക്കുന്നു.